സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ പരിപാടി ആരംഭിക്കുന്നു. ഓൾഡ് ഓൺ എന്നാണ് ഈ പരിപാടിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. ഞാൻ ആരിഫ് പള്ളിയാളി, വണ്ടൂർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വായനശാലയുടെ ലൈബ്രറിയനാണ്. നമ്മുടെ നാട്ടിലെ പ്രശസ്ത കവിയായിരുന്ന പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിൻ്റെ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അന്ന് അദ്ദേഹം എഴുതിയ സ്വാതന്ത്ര്യ സമര വിരുദ്ധഗാനം, സമരത്തിന് അദ്ദേഹം പരിപൂർണമായിട്ടും എതിരായിരുന്നു. ആ സമരവിരുദ്ധ ഗാനമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത്. സ്വല്പം അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം അന്നത്തെ അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലി ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 വയസ്സെങ്കിലും ഉള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും എന്തായാലും മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഒരു ചെറിയ വിവരണത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ എന്ന പതിക്ക് സ്വയഭരണം കിട്ടാനാശിച്ച് എന്തിനടോ തകരാറിന് പോണീ കാലത്ത്, ഇത്തിരയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ തത്തിരപ്പെട്ടൊരു മന്നവനുണ്ടോ ലോകത്ത്. ഇന്ത്യ എന്ന പതിക്ക് സ്വയഭരണം കിട്ടാനാശിച്ച് എന്തിനടോ തകരാറിന് പോണീ കാലത്ത്, ഇത്തിരയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ തത്തിരപ്പെട്ടൊരു മന്നവനുണ്ടോ ലോകത്ത്. തന്തിരമാണിത് ഗാന്ധി പറഞ്ഞുള്ള മന്ദിരം കെട്ട് നടക്കണ്ട, തന്തിരമാണിത് ഗാന്ധി പറഞ്ഞുള്ള മന്ദിരം കെട്ട് നടക്കണ്ട, തപ്പിടവേ കടലപ്പത് കോരിയും ഉപ്പ് കുറുക്കിയെടുക്കണ്ട, തപ്പിടവേ കടലപ്പത് കോരിയും ഉപ്പ് കുറുക്കിയെടുക്കണ്ട, അന്തവിധങ്കതർ വസ്ത്രവും ബഹു തൊന്തരവാണതുടുക്കണ്ട, അങ്ങിന മധ്യ ഷാപ്പുകൾ പിക്കറ്റിങ് അത് ചെയ്ത് മുടക്കണ്ട, കോൺഗ്രസ് എന്നൊരു തരം ഒച്ച താൻ കേട്ടങ്ങിന ശ്രവിച്ചാൽ പിടിക്കും തത്തി, പോലീസ് അടിക്കും ലാത്തി കൊണ്ട് കിട്ടും അടിയുടലും പുറഞ്ചണ്ട, കൊട്ടും കളി തുടങ്ങും ഇറങ്ങണ്ട. ഇന്ത്യ എന്ന പതിക്ക് സ്വയഭരണം കിട്ടാനാശിച്ച് എന്തിനടോ തകരാറിന് പോണീ കാലത്ത്, ഇത്തിരയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ തത്തിരപ്പെട്ടൊരു മന്നവനുണ്ടോ ലോകത്ത്. അതായത് ഇന്ത്യ എന്ന നമ്മുടെ ഈ നാട്ടിന് സ്വയംഭരണം വേണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയും മഹാത്മാഗാന്ധിയും നടത്തുന്ന ഈ സമരത്തിന് നിങ്ങളാരും ഇറങ്ങി പുറപ്പെടണ്ട. കാരണം അതത്ര നല്ല കാര്യമല്ല. ലോകത്ത് ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയെപ്പോലെ നമ്മുടെ നാട് ഭരിക്കുന്ന മറ്റൊരു മന്നവനും ഈ ഭൂലോകത്ത് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാത്മാഗാന്ധി നടത്തുന്ന സമരം അത് അദ്ദേഹത്തിൻ്റെ തന്ത്രമാണിത് ഗാന്ധി പറഞ്ഞുള്ള ആ മന്ത്രം നിങ്ങൾ കേട്ട് നടക്കണ്ട. അങ്ങനെ കേട്ട് സമരത്തിനും മറ്റും പുറപ്പെട്ടാൽ നിങ്ങളെ പോലീസ് ഒന്ന് പിടിച്ച് എല്ലൊടിച്ചോളം പൊടിയോളം നിങ്ങൾക്ക് തല്ല് കിട്ടും. അപ്പോൾ ഈ വേണ്ടാത്തതൊന്നും നിങ്ങൾ നടക്കണ്ട എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത്. ഓക്കെ.